Hello, welcome back to Yummy Malabar. ഇന്ന് നമ്മൾ വീണ്ടും ഒരു ചെറിയ കേക്ക് വ്ലോഗ് ആണ് ചെയ്യുന്നത്. എല്ലാ കേക്കിന്റെയും ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ കേക്ക് വ്ലോഗ്. അപ്പോൾ ഈ കേക്ക്സ് എല്ലാം ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതായിരുന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഓർഡർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ആയിട്ട് യമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് കേക്കിൻ്റെ സ്പഞ്ചാണ്. അപ്പോൾ കേക്കിൻ്റെ സ്പഞ്ചിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തതിൻ്റെ പേരിൽ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിന് അതൊരു ബോറടി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ല. എങ്കിലും ചെറുതായിട്ടൊന്ന് പറയാം. അപ്പോൾ നമ്മൾ 1 kg ചോക്ലേറ്റ് ട്രഫിളാണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് 3 മുട്ട വനില എസൻസും കൂടി വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ബീറ്റ് ചെയ്തെടുത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഓയിൽ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ബീറ്റ് ചെയ്യാം. എന്നിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടൻ്റെ മിക്സാണിത്. അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇതേപോലെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഈ സ്പാച്ചിൽ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. സാധാ കേക്കെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ്. ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് യമ്മി മലബാർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനായിട്ട് പറ്റും, ഈ ഒരു റെസിപ്പിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലെല്ലാം ബട്ടർ പേപ്പർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്തിട്ട് പ്രീ ഹീറ്റ് ചെയ്ത പാനിൽ വെച്ചിട്ട് നമുക്ക് 40 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കുന്നത് തലേ ദിവസം രാത്രിയാണ്. അപ്പോൾ അന്ന് രാത്രി തന്നെ നമുക്കൊരു ചോക്ലേറ്റ് ഓവർലോഡഡ് കേക്ക് ഡെലിവറി ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് ഡെലിവറി ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ ഓവനില്ലാതെ എങ്ങനെയാണ് ചെയ്തെടുത്തത് എന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. കേക്കിൻ്റെ സ്പഞ്ച് എല്ലാം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫോണ്ടൻ്റ് വർക്ക് ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ സ്പഞ്ച് മാത്രമല്ല ചെയ്തെടുത്തത്, റെഡ് വെൽവെറ്റിൻ്റെയും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോണ്ടൻ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതേപോലെ വൈറ്റ് ഫോണ്ടൻ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് സ്റ്റാർസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം റെഡ് ഫുഡ് കളർ വെച്ചിട്ട് പേര് എഴുതി കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ബ്ലാക്ക് ഫോണ്ടൻ്റ് പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചധികം ബിൽഡിങ്സിൻ്റെ ഷാഡോ ചെയ്തെടുക്കണം. അപ്പോൾ ആ സ്പൈഡർമാൻ കേക്കിൻ്റെ സൈഡിൽ ഇതേപോലെ ബിൽഡിങ്സിൻ്റെ ഷാഡോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആദ്യം മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു രൂപത്തിൽ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണ്ടൻ്റ് എല്ലാം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ കേക്ക് പോപ്സ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ജിയോമെട്രിക് ഷേപ്പിലുള്ള കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. ഹാർട്ട് ഷേപ്പിലുള്ള കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാനായിട്ട് വെക്കാം. ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതിയാവും. ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ നന്നായിട്ട് നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് കേക്കെല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണ് അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരൽപ്പം ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കേക്ക് ലെയർ ചെയ്തെടുക്കുന്നത്. ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചോക്ലേറ്റ് ഗനാഷ് ഇതിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഡെക്കറേഷൻ എല്ലാം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റിൻ്റെ മോൾഡ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. അതിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചതിന് ശേഷം സെറ്റ് ചെയ്തെടുത്ത ചോക്ലേറ്റ്സ് ആണിത്. അത് നമുക്കിതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച ആ ജിയോമെട്രിക് ഹാർട്ട് ഷേപ്പിലുള്ളത് നമുക്കങ്ങ് പതിയെ എടുത്ത് മാറ്റാം. പതിയെ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോരും. അപ്പം നമ്മൾ ഈ ചോക്ലേറ്റ് ഡെക്കറേഷൻ എല്ലാം കേക്ക് എല്ലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡെക്കറേഷൻ പരിപാടി അങ്ങ് ചെയ്ത് കഴിയും. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ
ഹാർട്ട് ഷേപ്പും ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡിലായിട്ടും കൂടി നമുക്കങ്ങ് വെച്ച് കൊടുക്കാം. ഒരല്പം വിപ്പിംഗ് ക്രീം ഇതേപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഫ്ലവർ വരച്ചു കൊടുക്കുന്നുണ്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട്. അതിൻ്റെ മുകളിൽ ചെറീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വന്നിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ട്രഫിളിന് 800 രൂപയാണ് റേറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നതിൻ്റെ പേരിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഹാർട്ട് ഷേപ്പിൻ്റെ മുകളിൽ ഒരല്പം ഗോൾഡൻ ഡസ്റ്റ് കൂടി വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്പൈഡർമാൻ കേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് റിച്ചസിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ക്രീം നല്ല റേറ്റും ഉണ്ട്. 250 രൂപയാണ് ഈ ക്രീമിൻ്റെ റേറ്റ് വന്നിട്ട്. അത് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിലുമാണ് ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്രീമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്രീം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിച്ചസിൻ്റെ വേറൊരു ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായില്ല. ഈ ക്രീം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് ക്രീം വെച്ചിട്ട് നമ്മുടെ കേക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം 2 പാർട്ടാക്കി മാറ്റാം. അതിലൊരു ഭാഗം നമ്മൾ റെഡ് കളറും ഒരു ഭാഗം ബ്ലൂ കളറാണ് ചേർക്കുന്നത്. ഒന്ന് ഷെഫ് മാസ്റ്ററിൻ്റെ റെഡ് കളറും ഒന്ന് മാജിക് കളേഴ്സിൻ്റെ റോയൽ ബ്ലൂ കളറുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് ക്രീം നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലൂ ക്രീം നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് അങ്ങ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ എയർ ബ്രഷാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന എയർ ബ്രഷിംഗ് ടൂളാണ്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് 2-3 തവണ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്കായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇവാപറെക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കളർ ചെയ്യുക എന്ന് ഞാനൊന്നും കൂടി എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇവാപറെക്സിൽ നമുക്ക് വേണ്ടിയ ഫുഡ് കളർ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേ നമ്മളിത് പമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിലായിട്ടാണ് നമ്മൾ റെഡ് കളർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫുഡ് കളർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ നമുക്ക് റെഡ് കളർ കിട്ടാനായിട്ട് ഒത്തിരി റെഡ് കളർ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ബേക്കേഴ്സിനൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എയർ ബ്രഷിംഗ് ടൂളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡ് കളർ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്പൈഡറിൻ്റെ വെബ് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ആദ്യം. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തോട് കൂടിയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഇതേപോലെ ലൈൻ ചെയ്ത് കൊടുക്കാം. ഇനി സ്പൈഡറിൻ്റെ കണ്ണുകൾ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഔട്ട്ലൈന് നല്ല തിക്കായിട്ട് തന്നെ നമുക്കൊന്ന് കൊടുക്കാം. അതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ റാ ഷേപ്പിലായിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുക്കാം. അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ആ കണ്ണിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വൈറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഇതേപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വന്ന ഫോണ്ടൻ്റ് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെയ്തെടുത്ത ആ ബിൽഡിങ്സ് ഇല്ലേ, അത് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സ്റ്റാർസും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ പേര് എഴുതിയിട്ടുള്ള ഫോണ്ടൻ്റ് കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ആ കേക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജാർ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 4 റെഡ് വെൽവെറ്റ് ജാർ കേക്കും കൂടി അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 200 റുപ്പീസാണ് റെഡ് വെൽവെറ്റ് കേക്കിന് വാങ്ങുന്ന പ്രൈസ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ യമ്മി മലബാറിന് സ്റ്റിക്കറും പിന്നെ അതുപോലെ തന്നെ റിബണും കൂടിയിട്ട് നമ്മൾ ഈ ജാർ കേക്കിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജാർ കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് പോപ്സ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കേക്ക് പോപ്സ് ഇതേപോലെ നമ്മൾ മിൽക്ക് കേക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആ ഒരു ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള കേക്ക് പോപ്സ് നമുക്ക് മിൽക്ക് കേക്കിൻ്റെ ബോക്സിൽ ഒരു 12 എണ്ണം വരെ നമുക്ക്
നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ 1/2 kgയുടെ മിൽക്ക് കേക്കിൻ്റെ ബോക്സാണ്. 1 kgയുടെ ബോക്സ് വാങ്ങിയാൽ നമുക്ക് അത്യാവശ്യം കേക്ക് പോപ്സ് ഇതിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. കേക്ക് പോപ്സ് മാത്രമല്ല, ഞാൻ ഇടയ്ക്ക് കപ്പ് കേക്ക്സും ഇതിൽ ഡെലിവറി ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഓർഡേഴ്സ്. 1.5 kg റെഡ് വെൽവെറ്റ് കേക്കും 1 kg ചോക്ലേറ്റ് ട്രഫിളും 12 കേക്ക് പോപ്സും പിന്നെ 4 ജാർ കേക്കും ആയിരുന്നു ഓർഡേഴ്സ്. അപ്പോൾ നമ്മൾ സാധാരണ റെഡ് വെൽവെറ്റിന് വാങ്ങുന്ന റേറ്റ് 700 റുപ്പീസാണ്. അപ്പോൾ അതിൻ്റെ 1.5 kgയുടെ ചാർജും പിന്നെ നമ്മൾ ചെയ്ത വർക്കിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടി ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്